ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ടേസ്റ്റി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു 15 മാരിഗോൾഡ് ബിസ്ക്കറ്റ്, 1 കപ്പ് ഫ്രഷ് ക്രീം, ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡബിൾ ക്രീമാണ്. ഇനി കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ്, ഇത് ഓപ്ഷണലാണ്. ആദ്യം ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു ബ്ലെൻഡറിലോട്ട് ബിസ്ക്കറ്റ് പീസസ് ആക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 1 കപ്പ് ഫ്രഷ് ക്രീം ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. സിംഗിൾ ക്രീം, ഡബിൾ ക്രീം, വിപ്പിംഗ് ക്രീം ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വിപ്പിംഗ് പൗഡറിലോട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് നമ്മളിതുപോലെ ബീറ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും നമ്മുടെ മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ക്രീമാക്കി എടുക്കാം. അതുപോലെ തന്നെ നമ്മളിത് ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ക്രീം നന്നായിട്ടൊന്ന് സ്റ്റിഫായിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്താൽ മതി. ക്രീം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളോ ഗ്ലാസ്സോ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ലെയർ ബിസ്ക്കറ്റ് പൊടിച്ചത് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു ലെയർ ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ക്രീം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ലെയറാക്കി എടുത്തതിന് ശേഷം വീണ്ടും ബിസ്ക്കറ്റും ക്രീമും ഓരോ ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ ക്രീം ലെയർ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി മാരിഗോൾഡ് ബിസ്ക്കറ്റിന് പകരം ടീ ബിസ്ക്കറ്റ് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ പുഡിങ്ങിന് കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത് മാരിഗോൾഡ് ബിസ്ക്കറ്റാണ്. ഇപ്പോൾ നമ്മുടെ പുഡിങ് ഞാനിവിടെ ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു ചെറി വെച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി നമ്മളിത് ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ ഇതൊന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു പോർച്ചുഗീസ് ഡെസേർട്ടാണ്. ഈ ക്രീമും ബിസ്ക്കറ്റും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ശരിക്കും ഇത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ.